ഇതിൽ ഒരു ചെരുപ്പ് തോണി പോലെ അയക്കണ്, ആരും കണ്ടില്ല. എതറില്ലേ അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് തൊടുമ്പോൾ അതിന് ചുടുങ്ങുക. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ ഇന്ന് ഈ ചെരുപ്പ് കഴുകാൻ പോകട്ടോ. കഴുകുക സാധാരണ കാര്യമാണ്, പക്ഷേ ഇതെനിക്ക് സാധാരണ കാര്യമല്ല. ഞാൻ പുറത്തേക്കും പിന്നെ ടൗണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് പോകുന്ന ചെരുപ്പാണിത്. ഇത് വെറുതെ ഇട്ടാലും ഈ കഴിഞ്ഞിട്ട് ഇട്ടാലും ഇതിലെന്താ അറിയില്ല ഒരുമാതിരി കളറാട്ടോ. ഇതുണ്ടോ ഫുള്ള് കറുപ്പാണ്, ചളി മണലൊക്കെ ഉണ്ടോ. നമുക്കിത് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് യൂട്യൂബിലോ ഏതിലൊക്കെ നോക്കിയിട്ട് നമുക്കിത് മുഴുവൻ അങ്ങോട്ട് വെളുപ്പിച്ചങ്ങോട്ട് എടുത്താലോ, വെളുപ്പിച്ചല്ല ചളി മൊത്തം അങ്ങോട്ട് തീർത്തങ്ങ് എടുത്താലോ. ചെരുപ്പ് അടിച്ചിട്ട് 1, 2, 3 മാസമായിട്ട് കഴിഞ്ഞ് കിട്ടുന്നുണ്ടോ. ഇത് കഴുകിയാലും ഇല്ലേലും ഇതേ അവസ്ഥ. നിൽക്കുന്ന ഏത് എക്സാം? ബിസിനസ്. ഇവന് ബിസിനസ്സിൻ്റെ എക്സാം ഓട്ടന്ന്. ഇവ എന്നിട്ട് ഇന്നലെ കുറേ ഓട്ടം പഠിച്ച് പറഞ്ഞിട്ട് യൂട്യൂബിൽ പിന്നെ അതിലൊക്കെ കുറേ ഓട്ടം നോക്കിയിട്ടോ. പക്ഷെ രാവിലെ അവൻ്റെ അടുത്ത് പറയാം ഒന്നും തിരിയണില്ല, ഇപ്പം എന്താ ചെയ്യുക, പരീക്ഷയ്ക്ക് എന്താ ചെയ്യുക. ഈ എക്സാമിന് നിനക്ക് എത്ര മാർക്ക് കിട്ടും? നീ ഒരു ഊഹം പറഞ്ഞാൽ. മാർക്ക് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, എഴുതണ പോലെ ഉണ്ടാവും ചിലപ്പോൾ. ചെരുപ്പ് വെറുതെ പോയി കഴുകണങ്ങാട്ടി മുന്നേ നമുക്ക് അത് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കിയേക്കാം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ചളി കൊല്ലം കുതിർന്ന് കിട്ടുള്ളൂ. അല്ല അപ്പം നീ ഇന്ന് ഷൂവിൻ്റെ ഒപ്പം ഏത് സോക്സ് ഇടും? അത് ചെരുപ്പ് ഇടുമെന്ന് ബക്കറ്റ് എടുക്കാം. ഇതിലാണെങ്കിൽ അമ്മ അലക്കാറില്ല, പിന്നെ ഒരു കാര്യങ്ങളും ഇല്ലില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് നമുക്ക് കാര്യം മുന്നോട്ട് പോകും. അതുകൊണ്ടോ ചെരുപ്പ് കളവ്. ഒരു കല്ലെടുത്തുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെരുപ്പ് മുക്കി വെക്കാൻ എന്താ അറിയില്ല, ചെറിയ പേടി പോലെ. വെള്ളം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഈ ലെതറിൻ്റെ ഈ സാധനമല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പൊളിഞ്ഞ് വരുന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. പക്ഷേ എത്ര കഴുകിയാലും ചളി പോവില്ല കേട്ടോ. ചളി പോവില്ല എന്നല്ല, ചളി പോകണില്ല. ഞാൻ കുറേ കഴുകി, എത്ര ഇടം കഴുകിയെന്നൊന്നും കണക്കില്ല. കുറച്ച് നോക്കുമ്പോൾ ചെരുപ്പിൻ്റെ ലെതറും പിന്നെ പെയിൻറ്റും എല്ലാം ഇളകി പോവാതെ നിന്നാൽ മതിയായിരുന്നു. ചളി മാത്രം പോയാൽ മതിയായിരുന്നു, ബാക്കിയൊന്നും പോവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇവിടെ നമ്മളെ വൈഫൈ ഇവിടെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്ലേ ബട്ടൺ, ഇതിൻ്റെ കാര്യമൊന്നും പറയേണ്ട കേസ്. എൻ്റെ പ്ലേ ബട്ടൺ എത്ര 1 മില്യൺ അടിച്ച പ്ലേ ബട്ടൺ. എന്താ ചെയ്യുക, വൈഫൈ വന്നു കഴിഞ്ഞിട്ട് ഫുള്ള് സിനിമ തന്നെയാണല്ലോ. സിനിമ എടുത്തോട്ടെ, വേണം അതൊന്നത് ഇങ്ങനെ ഉണ്ടാക്കി അവില് തോന്നുന്നു. ഇപ്പോൾ വേനൽക്കാലാണ് ഗൈസ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയാണ് അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി കോലായി പോയി. അജ്ജതി ചൂട്. രാത്രി 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിയർക്കാൻ തുടങ്ങും, അത്രയും ചൂട്. ഒരു രാത്രി ചൂടുണ്ട്, പിന്നെ ഉച്ചയ്ക്കാണ് ചൂട്. വൈകുന്നേരം അധികം ചൂടില്ല, ഉച്ചയ്ക്ക് രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ക്ലിയർ ചൂട് അങ്ങോട്ട് വരാൻ തുടങ്ങുന്നത്. അയ്യോ എന്താ രാത്രി ചൂട് വരുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മഴക്കാലത്ത് സംഭവിച്ചാട്ടോ അതൊക്കെ. അത് കാണാണ്ടില്ല, വീടിൻ്റെ പെയിൻ്റൊക്കെ ഇളക്കാൻ നിൽക്കണം. മേലെ ഭാഗത്ത് ആ ഭാഗത്ത് വീടിൻ്റെ പെയിൻ്റ് ഇളക്കാൻ നിൽക്കണം, ഈ ഭാഗത്ത് ഇളക്കാൻ നിൽക്കണം. പിന്നെ അകത്തെ റൂമിലൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ വീട്ടിൽ എന്താ നോക്ക്, വീടൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സേ, സപ്പോർട്ട് ചെയ്യ്. ഇപ്പം എനിക്ക് കടന്നുറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇപ്പം കടന്നുറങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ ആകെ ക്ഷീണമായിരിക്കും, പിന്നെ ഒന്നിനും ഒരു മൂടുണ്ടാവില്ല. അതാണ് ഞാൻ കടന്നുറങ്ങാത്തത്. രാവിലെ നേരത്തെ എണീറ്റുണ്ട്. പിന്നെ കാര്യത്തിൽ ഓർക്കുമ്പോൾ എന്താവുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. ഞാൻ എന്തായാലും കുറച്ച് നേരം കടന്നുറങ്ങൂല, കുറച്ച് റീലും കാണൂല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഇപ്പോൾ ഫ്രീ ടൈമല്ല, നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് സെറ്റ് ആക്കിയാലോ. ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചെരുപ്പ് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. അതിൻ്റെ ചളിയെ പോയോന്ന് തോന്നുന്നു അറിയില്ല. എന്തായാലും ചെരുപ്പ് നോക്കാം, എന്നിട്ട് കൊള്ളി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി നോക്കാം, എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ വെച്ച അതേ രീതി തന്നെ ഉണ്ട് കേട്ടോ. കല്ലൊക്കെ നോക്ക്, എന്താ തിളക്കാൻ നോക്ക്, വെയിലടിക്കണം ഇതുണ്ടോ. ഇവിടെ എന്തൊക്കെയോ കുമ്മള പോലെ അയക്കണ ചെരുപ്പിൻ്റെ മേലെ ഭാഗത്ത്. അത്രയും ചെളി കുതിർന്ന് വന്നിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 4 മണിയാകുമ്പോൾ നോക്കാം. 4 മണിയാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് സോപ്പ് എന്തെങ്കിലും പതിയണ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചകിരിയൊക്കെ ഇട്ടിട്ട് ഉരച്ച് ചെരുപ്പ് കഴുകിയിട്ട് നമുക്ക് അകത്ത് ഈ റൂമിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഈ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ടൗണിൽ പോകുമ്പോൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ആ ചെരുപ്പ് ഇട്ടിട്ട് പോകാം. അല്ലാതെ പുറത്തേക്ക് എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ ഇതാ വീട്ടിലിടുന്ന ചെരുപ്പുണ്ട്, പഴയ ചെരുപ്പാണ്. അതിലും ഫുള്ള് ചളി തന്നെ കേട്ടോ. ഇവിടെ പൊടിയും ഇതൊക്കെ ആയിട്ട് കണ്ടോ, വെയിൽ ഇങ്ങനെ വരുന്നുണ്ടോ, എന്ത് ചൂടൊക്കെ അറിയാം. ഇവിടെ ഈ കാണുന്ന ചെരുപ്പാണ് ഞാൻ പുറത്തേക്കൊക്കെ ഇടുന്നത്. ഇവിടെ ചെറുതായിട്ട് പൊട്ടിയ പോലെ ഉണ്ട്. പുറത്തേക്ക് ഇടുന്ന കാലിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചെരുപ്പ് ഇടുന്നത്. ഓവർ ഫാഷനൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അകത്ത് കയറിയ കേട്ടോ. കാലൊക്കെ കാല് വേർക്കണം. ഇതുകൊണ്ട് ഇവിടെ വേർക്ക് എന്ത് ചൂടറിയോ. പുറത്തിറങ്ങുമ്പോൾ ഓവർ ചൂട് അറിയില്ല കേട്ടോ. പിന്നെ ഓവർ ചൂട് കൂടെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും തണലിലുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ വേർക്കണം.
ഇനി എനിക്ക് 1 മണിക്കൂർ സമയം കൂടി ഉണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സമയം. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം. ഒന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിന് എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നേരം ഗെയിം കളിക്കും. റീൽസ് എന്തെങ്കിലും കാണുന്നുണ്ടാവില്ല, കുറച്ച് നേരം ഗെയിം കളിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈൽ കുത്തിവെക്കും, അല്ലെങ്കിൽ TV കാണും. പിന്നെ അല്ലാതെ കടന്നുറങ്ങുന്ന പരിപാടിയില്ല. നമ്മളെ മോള് ഇടയ്ക്ക് പിടിക്കാൻ സമ്മതിക്കില്ല. അമ്മ മുക്കിയിട്ട് ചെരുപ്പ് രണ്ടാമത് ഞാൻ മുക്കിയിട്ട് അത് തേച്ചായിട്ട് ചളി പോകാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് മുക്കിയിട്ട് കല്ലൊക്കെ മറന്നിക്കണല്ലോ. ഓ ഇതുണ്ടോ, അതുണ്ടോ, കാണുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത്ര മുക്കിയിട്ടിടുന്ന കാര്യമില്ല. ഇതിന് എന്താ ചെയ്യാ? ഇതെന്താ തോണിയോ? ആ ഉരച്ച് കഴുകാം. അമ്മ ഇതെടുക്കല്ലോ കേട്ടോ, ഞാൻ ഇപ്പോൾ വരുവേ. ഒരു ചെരുപ്പ് വളഞ്ഞിട്ട് തോണി പോലെ ആയിരിക്കണം. അലക്കണ സോപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ചകിരി എടുത്തിട്ടുണ്ട്. ഇവിടെ വെക്കാം. ഇതാ ചെരുപ്പ് നല്ലോണം ഉരച്ച് കഴുകുക. അതിൽ ഒരു ചെരുപ്പ് തോണി പോലെ ആയിരിക്കണം, ആരും കണ്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ചെരുപ്പിൻ്റെ തൊലിയൊക്കെ അതാ ചുളിഞ്ഞു വന്ന്. ചെരുപ്പ് നമുക്ക് ഇനി ഇതൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയിട്ട് ഈ ചളി വല്ലതും പോക്കാനുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ തൊലി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നിറഞ്ഞ് കുതിർന്ന് നിൽക്കണ പോലെ ആയിക്കണ്. ചെരുപ്പ് വളഞ്ഞ്. ചെരുപ്പെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴുകി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വാഴയിലയിൽ വെള്ളം ഇങ്ങനെ തളിച്ചിടൂലേ, അതേപോലെ ഉണ്ട് ചെരുപ്പാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. വാഴയിലയിൽ വെള്ളം തളിച്ചിടൂലേ, അതേപോലെ ഉണ്ട്. കുറച്ച് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങിയാൽ വലിയ ശരിയാവായിരിക്കും. ഈ ചെരുപ്പല്ലല്ലോ വളരെ ചെരുപ്പ്. ഈ ചെരുപ്പാണ് കിടക്കണം. നോക്ക്, വളഞ്ഞടക്കണം. എൻ്റെ ദൈവമേ, ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ വളഞ്ഞടക്കണം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ലെതറിന് സാധനം ചുടുങ്ങി വന്നിട്ടുണ്ട്. ചെരുപ്പ് എങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല. ആരും അറിഞ്ഞില്ല സംഭവം, ആരും അറിഞ്ഞില്ല. ഞാനും പിന്നെ നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ കേട്ടോ, ആർക്കും അറിയണ്ട. അപ്പോൾ ഞാൻ നന്ദുവിനടുത്ത കാര്യം പറഞ്ഞില്ല. നന്ദോ, ഞാനില്ലേ കുറച്ച് ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് ചെരുപ്പില്ലേ ഞാൻ കുറച്ചെടുത്ത് എടുത്തു നോക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കല്ല് വെച്ചിട്ടുണ്ടായില്ലേ, ആ കല്ല് അതിൻ്റെ മേലായിട്ട് ചെരുപ്പ് വളഞ്ഞെടുക്കണം, തോണി പോലെ. പെർമനൻ്റായിട്ട് വളഞ്ഞു, തോണി പോലെ വളഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ മറ്റേ ലെതറില്ലേ, അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് തൊടുമ്പോൾ അതിന് ചുടുങ്ങുക, പുറത്തേക്ക് വരുന്ന പോലെ. ഞാൻ ചളി പോകാൻ വേണ്ടി ചെയ്താ. ഇപ്പോൾ നടക്കിറങ്ങിയാണ്. നല്ല കാലാവസ്ഥയല്ലേ, വൈകുന്നേരം നല്ല രസം ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങാൻ. ഇങ്ങനെ വൈകുന്നേര സമയത്തൊക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാതെ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ രസം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ മൊബൈലെടുത്താൽ വ്ളോഗ് എടുക്കാനും മൊബൈൽ എടുക്കണം. ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാം കേട്ടോ. വെയിലും കുറച്ച് താനിക്കണം. പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ടൈം ടേബിൾ അനുസരിച്ച് ഫുഡ് കഴിക്കുള്ളൂ. ഒരു മണിയല്ല, ഒരു 9 മണിയല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അതുവരെ നിൽക്കണം. കടയിൽ പോയി. അപ്പം നീ എന്താ പറഞ്ഞേ? ആന്നോ? നമ്മൾ കടയിൽ പോയില്ലല്ലോ. കടയിലേക്കല്ല പോയത്, ഞങ്ങൾ വൈദ്യുതി നടക്കാൻ പോയത്. എന്നിട്ട് ഊര് ചോദിച്ചും കടയിലേക്കാണോ പോയോ ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞു, കടയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, ഇച്ചിരി ഇടായിക്കണം. വേഗം വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം അറിയാമല്ലോ, ഗെയിം കളിക്കുന്ന ടൈമുണ്ട്. ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ കുറച്ച് നേരം ഗെയിം കളിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് എന്താ സംഭവിക്കാമെന്നറിയില്ല. ചപ്പാത്തി ഉണ്ടാക്കുക വൈകുന്നേരം ഫുഡ് കഴിക്കാനുള്ള ചപ്പാത്തി. യോ ഉണ്ടാക്കണ്ടേ? കിണി ഇതാക്കും, പരത്തൂലേ? ഓക്കെ.
ക്ലിയർ റൗണ്ട് ആണ് കേട്ടോ. അതേപോലെ കേട്ടോ, ആ കട്ടിയുണ്ട് എന്നാലും ക്ലിയർ റൗണ്ട് അല്ല അത് കരിഞ്ഞിട്ട് തോന്നില്ല. അതായിട്ടില്ല മറിച്ചിട്ടിക്കണ്. അതിനടുത്ത് പകുതി ആയിട്ടുള്ളൂ. ഈ കടി ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ സ്റ്റോറേജ് ഫുള്ളായിന്. നോട്ടിഫിക്കേഷൻ വന്നു, സ്റ്റോറേജ് ഫുള്ളായതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പം എന്താ ചെയ്യാം, സ്റ്റോറേജ് തീരില്ല. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. മുട്ടക്കറി ഉണ്ട്, പിന്നെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുക. നേരത്തെ ഉണ്ടെങ്കിൽ ചപ്പാത്തി 2 ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ 2-3 ഞാൻ തിന്ന്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഫുഡ് കഴിച്ച് പകുതിയായി. ഒരു ഉണ്ണി, പിന്നെ ഇതിൻ്റെ ഒരു ഉണ്ണി, പിന്നെ ഇതിൻ്റെ മുട്ടേനെ മറ്റേ വെള്ള സാധനം, പേര് എനിക്കറിയില്ല. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് എന്തായാലും ഫാന് എടുത്തിട്ട് നമ്മളെ റൂമിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ചൂടെടുക്കാൻ തുടങ്ങി. അതുപോലെയല്ല 9 വരെയൊക്കെ മാറാല. ഇവിടെ മെല്ലെ വെച്ചിട്ട് ഇവിടെ ഒറ്റ കൈ കൊണ്ട് ഫിറ്റാക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടേ കാണിച്ചിട്ട് എങ്ങനെയാണ് വെച്ചതെന്ന്. ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളു ഭാഗത്തേക്ക് അതിൻ്റെ പകുതി കയറ്റി വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്ലഗിൽ കുത്തി നോക്കുക, കാറ്റ് എങ്ങനെ കിട്ടുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് അത്യാവശ്യം കാറ്റിട്ടുണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെ കടന്നുറങ്ങുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കടന്നുറങ്ങി. ഇവിടെ വിരിക്കാനുണ്ട്, പിന്നെ അത് മാത്രമല്ല എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. സമയം പോകാനായി എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എഡിറ്റൊക്കെ എനിക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം. സമയം ഇനി നീട്ടി വെക്കാനില്ല, ഇപ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.